കർത്താവിനാൽ സ്നേഹമുള്ളവരെ, വചനവയലിൽ ഈ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം സംഖ്യാപുസ്തകം 12-ാം അധ്യായം 10 മുതലുള്ള തിരുവചനങ്ങൾ. കൂടാരത്തിൻ്റെ മുകളിൽ നിന്ന് മേഘം നീങ്ങിയപ്പോൾ മിരിയാം കുഷ്ഠം പിടിച്ച് മഞ്ഞുപോലെ വെളുത്തു. അഹറോൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ കുഷ്ഠരോഗിണിയായി തീർന്നത് കണ്ടു. അഹറോൻ മോശയോട് പറഞ്ഞു, പ്രഭു, ഞങ്ങൾ ബുദ്ധിഹീനമായിട്ടാണ് പ്രവർത്തിച്ചത്. ആ പാപം ഞങ്ങളുടെ മേൽ ചുമത്തരുതേ. ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ തന്നെ ശരീരം പകുതി അഴുകിയിരിക്കുന്ന മരിച്ച ശിശുവിനെ പോലെ അവളാകരുതേ. മോശ കർത്താവിനോട് നിലവിളിച്ചു, ഞാൻ കേണപേക്ഷിക്കുന്നു, ദൈവമേ, അവളെ സുഖപ്പെടുത്തണമേ. പ്രിയപ്പെട്ടവരെ, ഉദാത്തമായ ഒരു ക്രിസ്തീയ സ്നേഹത്തിൻ്റെ ഒരു മാതൃക നമുക്കിവിടെ കാണാൻ സാധിക്കും. തനിക്കെതിരായി വിലപിച്ച അല്ലെങ്കിൽ തനിക്കെതിരായി പിറുപിറുത്ത് ദൈവത്തിൻ്റെ ശാപം ഏറ്റുവാങ്ങിയ മിരിയാമിനോട് മോശയ്ക്കുള്ള ഉദാത്തമായൊരു സ്നേഹബന്ധമാണ് ഇവിടെ വചനത്തിലൂടെ നാം മനസ്സിലാക്കുന്നത്. മിരിയാമും അഹ്റോനുമൊക്കെ മോശയുടെ ദൈവികമായ നേതൃത്വത്തിനെതിരെ പിറുപിറുത്തപ്പോൾ മോശ ഒരു വാക്കുകൊണ്ടുപോലും എതിർത്ത് പറഞ്ഞില്ല. പക്ഷേ ദൈവം അവരുടെ പിറുപിറുപ്പ് കേൾക്കുകയും കർത്താവിൻ്റെ കോപം അവർക്കെതിരായി ഉജ്ജ്വലിക്കുകയും ചെയ്തു. അപ്പോൾ കൂടാരത്തിലേക്ക് മൂവരെയും വിളിച്ചുകൂട്ടിയതിന് ശേഷം കർത്താവ് തൻ്റെ ന്യായങ്ങൾ, പ്രത്യേകിച്ച് എന്തുകൊണ്ട് മോശയെ തിരഞ്ഞെടുത്തു എന്നതിൻ്റെ കാരണങ്ങൾ അഹ്റോനും മിരിയാമിനും വെളിപ്പെടുത്തി കൊടുത്തു. മാത്രമല്ല, അവർ മോശയ്ക്കെതിരെ പിറുപിറുത്തതുകൊണ്ട് വലിയൊരു ശാപം അവരുടെ മേൽ നൽകുവാനും കർത്താവ് തീരുമാനിക്കുകയാണ്. കർത്താവിൻ്റെ കോപം മിരിയാമിനെതിരെ ജ്വലിച്ചു. അവിടുന്ന് അവരെ വിട്ടുപോവുകയും കൂടാരത്തിൻ്റെ മുകളിൽ നിന്ന് മേഘം നീങ്ങി മാറി ജനത്തിന് യാത്ര ചെയ്യുവാനായിട്ടുള്ള തുടക്കം കിട്ടിയപ്പോൾ അവൾ കുഷ്ഠം പിടിച്ച് മഞ്ഞുപോലെ വെളുത്തുപോവുകയും ചെയ്തു. അഹ്റോൻ നോക്കിയപ്പോൾ തൻ്റെ സഹോദരി കുഷ്ഠരോഗിയായി തീർന്നു. അഹ്റോൻ മോശയോട് വളരെ പശ്ചാത്താപത്തോടെ പറയുകയാണ്, പ്രഭു, ഞങ്ങൾ ബുദ്ധിഹീനമായിട്ടാണ് പ്രവർത്തിച്ചത്. അതുകൊണ്ട് അതിൻ്റെ പാപം ഞങ്ങളുടെ മേൽ വരുത്തരുതേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ ശരീരം പകുതി അഴുകിയിരിക്കുന്നൊരു കുഞ്ഞിനെ പോലെ അത്രമാത്രം നികൃഷ്ടമായൊരു തലത്തിലേക്ക് വളരെ പെട്ടെന്ന് മിരിയാം എത്തിച്ചേർന്ന്. എങ്ങനെയാണ് കുഷ്ഠരോഗിയായ ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ പോലും സ്ഥാനമില്ലാതിരിക്കെ അവളുടെ ഇനിയുള്ള ജീവിതം അവസ്ഥ എന്താണ്? ഒരു സ്ത്രീയും പ്രത്യേകിച്ച് തൻ്റെ സഹോദരിയുമായ മിരിയാമിനോട് അഹ്റോനുള്ള ആ വലിയ ഉദാത്തമായ കരുതൽ, അതാണ് മോശയെ വീണ്ടും ദൈവത്തോട് സംസാരിക്കുവാനിടയാക്കിയത്. മോശയും അവളുടെ സ്ഥിതി കണ്ട് വല്ലാതെ വിഷമിച്ചു. മോശ കർത്താവിനോട് നിലവിളിച്ച് കരഞ്ഞപേക്ഷിച്ചു, ദൈവമേ, അവളെ സുഖപ്പെടുത്തണമേ. അപ്പോൾ തന്നെ എതിർത്ത, തനിക്കെതിരെ പിറുപിറുത്ത തൻ്റെ സഹോദരിയായ മിരിയാമിനോട് മോശയുടെ ആ സ്നേഹമാണ്. കർത്താവെ, ഒരിക്കലും അവളെ ശിക്ഷിക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ സ്നേഹവും തൻ്റെ കരുതലും മോശ തൻ്റെ സഹോദരങ്ങളെ അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കെതിരെ ആര് ആക്രോശിച്ചാലും അവരോടൊപ്പം തോൾ ചേർന്ന് നിൽക്കുവാനും ഒരാപത്തിൽപ്പെട്ടാൽ അവരെ കൈമെയ് മറന്ന് സഹായിക്കുവാനും നമുക്ക് സാധിക്കുന്നിടത്താണ് ബന്ധങ്ങൾ രൂപീകരിക്കപ്പെടുകയും ആ ബന്ധങ്ങൾ നിലനിൽക്കുകയും ആ ബന്ധങ്ങൾ മറ്റൊരാൾക്ക്, മറ്റൊരു കൂട്ടുകെട്ടിന് മാതൃകയായി തീരുകയും ചെയ്യുന്നത്. അപ്രകാരമുള്ളൊരു മാതൃക ജീവിതമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കർത്താവ് നമ്മുടെ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം ആദർശിച്ച്.